ശ്രീ എ പ്രഭാകരൻ 10 മിനിറ്റ്. സർ, ശ്രീ പി സി വിഷ്ണുനാഥ് ഇവിടെ തികച്ചും ശരിയായ കാര്യമാണ് അവതരിപ്പിച്ചത് എന്നതുകൊണ്ട് ഞാനതിന് പിന്താങ്ങുകയാണ്. കാരണം അത് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ വിപത്തായി ഈ ലഹരി ഉപയോഗം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എനിക്ക് അദ്ദേഹം ഒരു സുബേദിയുടെയും ഒരു ആഷിഖിൻ്റെയും കഥ പറഞ്ഞതുപോലെ ഒരു സംഭവകഥ ഈ അവസരത്തിൽ വളരെ ദയനീയമായ ദാരുണമായ ഒരു സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എൻ്റെ മണ്ഡലത്തിലെ പുതുപ്പരിയാരം പഞ്ചായത്തിൽ ഒരു തപാൽ ജീവനക്കാരനായ അച്ഛൻ, ഒരു കുടുംബ ഹൗസ് വൈഫായിട്ടുള്ള ഭാര്യ, 3 മക്കൾ, ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടികളുമാണ്. മൂത്ത മകൻ പഠിക്കാൻ മിടുക്കനാണ്. അവനവർ ഈ ചുരുങ്ങിയ വരുമാനം കൊണ്ട് ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ അയക്കുകയാണ്. കുട്ടികളിവിടെ നല്ല രീതിയിൽ മറ്റു കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം രാവിലെ 2 അച്ഛനും അമ്മയും വെട്ടേറ്റ്, അതും വളരെ മാരകമായ രീതിയിൽ ഒരു അനവധി വെട്ടുകളേറ്റ് മരണപ്പെട്ടതായിട്ടാണ് ആ നാടറിയുന്നത്. സംഭവം എന്താ ഈ സംഭവം വല്ല കള്ളന്മാർ ചെയ്തതാണോ, എന്താണ് പ്രശ്നം എന്നുള്ളതിനെ സംബന്ധിച്ച് നാട്ടിലാകെ ആശങ്കയും ഭയപ്പാടും ഉണ്ടാകുന്ന അവസ്ഥയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് സൈബർ പോലീസ് അന്വേഷണം നടത്തിയ മകൻ്റെ ഫോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിലാണ് സംഭവം തെളിയുന്നത്. രാത്രി മകൻ വരികയാണ്. അന്ന് എനിക്ക് 2 ലക്ഷം ഉറുപ്പിക പെട്ടെന്ന് വേണം എന്ന് അച്ഛനോടും അമ്മയോടും ആവശ്യപ്പെടുകയാണ്. അച്ഛനാണെങ്കിൽ അതിനിടയിൽ വാദം ബാധിച്ച് കിടപ്പിലുമായി. അപ്പോൾ ആ സമയത്ത് എവിടുന്ന് 2 ലക്ഷം ഉറുപ്പിക പെട്ടെന്ന് തരാൻ കഴിയുക എന്ന രീതിയിൽ പറഞ്ഞു. തരാൻ ഒരു വഴിയില്ല മകനെ പറഞ്ഞു. സ്നേഹം കൊണ്ട് മകനെ കട്ടിലിൽ അടുത്ത് കിടക്കാനും വേണ്ടി വിളിച്ച് കിടത്തി. രാത്രി അച്ഛൻ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ മകൻ പോയി അവിടെ നിന്ന് ഒരു കൊടുവാളെടുത്ത്, വെള്ളമല്ല അച്ഛന് കൊടുത്തത്, വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. ഇത് കണ്ട് ഓടി വന്ന അമ്മ നിലവിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അമ്മയെയും വെട്ടിക്കൊന്നു. എന്നിട്ട് മകൻ കൊടുവാളൊക്കെ കഴുകി വെച്ച് മൂപ്പര് ഒരു കത്തി എടുത്ത് ഒരു ആപ്പിളിൻ്റെ പകുതി കഷ്ണം മുറിച്ച് തിന്ന് മൂപ്പര് രാത്രി ഏതോ വണ്ടിയിൽ കയറി തിരിച്ചുപോയി. സംഭവം നാട്ടുകാരൊക്കെ മകൻ ആരും ഉണ്ടായിരുന്നില്ല അവിടെ എന്നതിനെ സംബന്ധിച്ച് പിന്നെ അവസാനം പോലീസിൻ്റെ അന്വേഷണത്തിലാണ്, മികവേറിയ അന്വേഷണം നടത്തിയിട്ടാണ് സ്വന്തം മകനാണിത് കൊല ചെയ്തത് എന്ന രീതിയിൽ കണ്ടെത്തിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ വിഷ്ണുനാഥ് പറഞ്ഞ സംഭവങ്ങളുടെ ഇത് നമ്മുടെ നാട്ടിൽ പല വീടുകളിലും പല പ്രദേശത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു അന്വേഷണം നമ്മൾ അത്യന്താധുനികമായ രീതിയിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തിൻ്റെ വികസനവും പുരോഗതിയും കൂടി ഉപയോഗപ്പെടുത്തി ഇത് അവസാനിപ്പിക്കാൻ ആവശ്യമായ രീതിയിൽ നമ്മളുള്ള പ്രവർത്തനം നടത്തണമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എൻ്റെ മണ്ഡലത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് തമിഴ്നാട് അതിർത്തിയാണ്. വാളയാറിൻ്റെ തൊട്ടപ്പുറത്ത് ഈ ചാവടി മുതൽ അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ മലയാളികളായിട്ടുള്ള കുട്ടികൾ പലവരും അവിടെ പഠിക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും ഈ വിദ്യാർത്ഥികളെ മാത്രമല്ല, വിദ്യാർത്ഥികളുടെ വീട്ടുകാരെ വരെ സ്വാധീനിക്കാൻ ഈ മയക്കുമരുന്ന് ലോബി അവരെ സാമ്പത്തിക സഹായം അടക്കം ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സഹായിക്കുകയാണ്. അപ്പോൾ അത്തരമൊരവസ്ഥയിൽ അവരാണെങ്കിൽ കാറുകളിൽ, അതുപോലെ തന്നെ അവർ സഞ്ചരിക്കുന്ന ബസ്സുകളിൽ, ഇപ്പോൾ വളരെ ഹൈ സ്പീഡുള്ള ബൈക്കുകളിലൊക്കെയാണ് കുട്ടികളും പിന്നാലെ ഒരു ബാഗും തൂക്കി പുസ്തകങ്ങളൊക്കെ വെച്ച് പോകുന്ന രീതിയിൽ പലവരും ഇത് ഇങ്ങനെ ലഹരി കടത്തുന്നത് അതൊരു വരുമാന മാർഗമായി സ്വീകരിച്ച് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഒന്ന്, ഇവിടെ വിഷ്ണുനാഥ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നല്ല വാഹനങ്ങൾ, പഴഞ്ചനായിട്ടുള്ള വാഹനങ്ങളൊക്കെ മാറ്റി ഈ എക്സൈസ് വളരെ കാര്യമാത്ര പ്രസക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് മാത്രമല്ല, ബോധവൽക്കരണവും അതിശക്തമായി നടത്തിക്കൊണ്ടിരിക്കാൻ എക്സൈസ് വകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അതിനൊക്കെ അതീതമായിട്ടുള്ള രീതിയിലാണ് ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ ഇപ്പോഴത്തെ മദ്യമെന്ന് പറയുന്നത്, പണ്ടൊക്കെ ഈ ചാരായം കുടിച്ചാലോ വേറെ എന്തെങ്കിലും വിദേശ മദ്യം കഴിച്ചാലോ ഒരു ഊതാനുള്ള യന്ത്രമാണ് പരിശോധിക്കാനുള്ളത്. ഇപ്പോൾ എന്ത് ഊതിയാലും ഇത് കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ വളരെ മാരകമായിട്ടുള്ള രീതിയിലുള്ള വിഷാംശങ്ങൾ അടങ്ങിയിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. എന്തായാലും ഇതിൽ ചെറിയ കുട്ടികളെ വരെ, വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഈ പ്രവർത്തനം നടത്തുന്നു എന്ന് മാത്രമല്ല, LP സ്കൂളുകളിൽ വരെ ഇതിൻ്റെ വിതരണം നടത്തുകയാണ്. എനിക്ക് അതിൻ്റെയും ഒരു കഥ പറയാനുണ്ട്.
എൻ്റെ ഇവിടെ മാന്യമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഭാരത് മാതാ സ്കൂൾ. ആ സ്കൂളിൽ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് പോകാൻ ഇടയിലൊരു പഞ്ചായത്ത് റോഡുണ്ട്. ആ പഞ്ചായത്ത് റോഡ് വഴിക്ക് പോയാൽ ഈ കുട്ടികളുടെ ലിഷർ ടൈമിൽ കുട്ടികൾ അവിടെ പോയാൽ ഒരു തരം മുട്ടായി വെക്കുന്നുണ്ട്. കുട്ടികൾ അത് കഴിച്ച് വന്നിട്ട് ഇവിടെ വെപ്രാളം കാണിക്കുകയാണ്. ഒരു ദിവസം അധ്യാപകനും ഫാദറും എല്ലാവരും കൂടിയിട്ട് അവിടെ എന്താ ഈ കുട്ടികൾക്ക് വിതരണം നടത്തുന്നത് എന്ന് നോക്കാൻ പോയപ്പോൾ അവിടെ നടക്കുന്ന ഈ മുട്ടായി വിതരണമാണ്. അപ്പോൾ നിങ്ങളിതിവിടെ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ മാരകമായി കത്തിയെടുത്ത് കുത്താൻ പോവുകയാണ് ചെയ്തത്. ഞാനത് പറഞ്ഞു വരാനുണ്ടായ കാരണം അവരൊരു ഓവർ ബ്രിഡ്ജ് കെട്ടാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ പഞ്ചായത്ത് അനുമതി നിഷേധിച്ചു. അപ്പോഴാണ് അവർ എന്നെ കാണാൻ വരുന്നത്. ഇപ്പോൾ ഓവർ ബ്രിഡ്ജ് കെട്ടിയിട്ടുണ്ട്, ഇപ്പോൾ നാട്ടുകാരൊക്കെ കൂടി ഇടപെട്ടതുകൊണ്ട് അവർ നാട്ടുകാരുടെ ഇടപെടൽ കൊണ്ടാണ് അവരെ ആട്ടിപ്പായിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ സമൂഹമാകെ ഈ മദ്യലഹരിയെ അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത് ഈ വിപത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ശക്തമായി ഇടപെടാനുള്ള ഒരു പ്രവർത്തനം നടത്തിയാൽ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന് നമ്മുടെ നിയമത്തിലുള്ള ഒരു പോരായ്മ തിരുത്തണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. കാരണം എത്ര ക്വാണ്ടിറ്റി മാത്രം കൈവശം വെച്ചാലേ അവരെ ശിക്ഷിക്കാനും ജയിലിലടയ്ക്കാനും വകുപ്പുള്ളൂ എന്നാണ് പറയുന്നത്. തീർച്ചയായും ചെറിയൊരു അംശം പോലും കൈവശം വെച്ചാൽ ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിലുള്ള നിയമത്തിൽ മാറ്റം വരുത്താനുള്ള പ്രവർത്തനം നടത്തണം എന്നതാണ് ഈ ന്യൂനത പരിഹരിക്കാൻ വേണ്ടി കഴിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. ഇതിൽ രാഷ്ട്രീയം വെച്ച് കെട്ടാൻ ഉദ്ദേശിക്കുകയല്ല. നമുക്കറിയാം കേരളത്തിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പല അർത്ഥത്തിലും നമുക്കിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ കേന്ദ്രം ഇപ്പോൾ BJP മാത്രമൊന്നുമല്ല, കോൺഗ്രസ് ഭരിക്കുമ്പോഴും കേരളത്തോട് അവഗണന കാണിച്ചിട്ടുണ്ട്. അത് ഇതര സംസ്ഥാനങ്ങളിലുമായിട്ടുള്ള കേന്ദ്ര നിക്ഷേപം തട്ടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എന്തായാലും തീർച്ചയായും ഞാൻ സമയം നോക്കുകയാണ്. എന്തായാലും ഇവിടെ ഒരു കേരളത്തിൻ്റെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഒരു തലമുറ ഇവിടെ വളർന്നു വരികയാണ്. അതിനെ ബോധപൂർവം തകർക്കുന്നതിന് മറ്റ് പല സംസ്ഥാനങ്ങളിലുമുള്ള രീതിയിൽ ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഈ കേരള സംസ്ഥാനത്തുള്ളതുകൊണ്ട് ഇതിനെ തകർക്കാൻ വേണ്ടി വളരെ ബോധപൂർവം ഒരു ലോബി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികളെ പിഞ്ചിലെ വാട്ടിയെടുക്കാൻ ആവശ്യമായ രീതിയിൽ വളരുന്ന തലമുറയെ വൈകൃതമാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം ഈ കേരള സംസ്ഥാനത്ത് നടപ്പാക്കുകയാണ്. അത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ കേരളത്തിലേക്ക് കടത്തിവിടുന്നത്. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ ഈ കേരള സംസ്ഥാനത്താണ് ഇതിൻ്റെ ലഹരി കടത്ത് കൂടുതലുള്ളത്. അതുകൊണ്ട് ഇതിൽ ഒരു രാഷ്ട്രീയപരമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ കേരളത്തിൻ്റെ പുരോഗതിയെയും അതുപോലെ തന്നെ കേരളത്തിൽ വളർന്നു വരുന്ന ഒരു ശരിയായ രീതിയിൽ ചിന്തിക്കുന്ന സമൂഹത്തെയും തെറ്റായി വളർത്തിയെടുത്ത് ഈ കേരളത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം കൂടി ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. തീർച്ചയായും ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നതായി തീർച്ചയായും എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങളാണ്. ഇവിടെ എക്സൈസിൽ തന്നെ വളരെ വൃത്തിയോടുകൂടി ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെ നേരിടാൻ വേണ്ടിയുള്ള പ്രവർത്തനം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. ചില രക്ഷിതാക്കളാകട്ടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾ ഇത്തരം കൃത്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പോലും അത് എൻ്റെ മകനല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട്. അപ്പോൾ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും സമൂഹമാകെ ഇതിൽ ഒറ്റക്കെട്ടായി നിന്നാലേ ഈ വിപത്തിനെ നമുക്ക് നേരിടാൻ കഴിയൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കർശനമായ നിയമം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് മാത്രമല്ല, മറ്റ് ഇതര ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വ്യത്യസ്തമായി ഈ കേരള സംസ്ഥാനത്തെ വളരുന്ന തലമുറയെ ആകെ തകർക്കാനാവശ്യമായ പ്രവർത്തനം ബോധപൂർവം നടത്തുമ്പോൾ മറ്റേത് ചെലവ് കുറച്ചാലും വേണ്ടില്ല, ഇതിനൊരു ചെലവ് പ്രത്യേകം കണ്ടെത്തിക്കൊണ്ട് ഈ കേരളത്തിലെ തലമുറയെ രക്ഷിക്കാനാവശ്യമായ ഇടപെടൽ നടത്താൻ ഗവൺമെൻറ് സന്നദ്ധമാകണം, തയ്യാറാകണം എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. തീർച്ചയായും ഈ വിപത്തിൽ നിന്നും കരകയറിയേ പറ്റൂ. ഇതൊരു മഹാവിപത്തായി മാറിയിരിക്കുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിനെ നേരിടാനുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നിയമപരമായും മറ്റെല്ലാ അർത്ഥത്തിലും കേരള സർക്കാർ സ്വീകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.